ഹായ് നമസ്കാരം, ഞാൻ ഷീജയാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണെന്നറിയാമോ? നമ്മൾ വെസ്റ്റ്മിനിസ്റ്റർ ലണ്ടനിലാണ്, ഒരു പാർക്കിലാണ്, വെസ്റ്റ്മിനിസ്റ്റർ പാർക്കിലാണ് നമ്മൾ ഇരിക്കണേ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നിങ്ങളെ മണി ചലഞ്ചിൽ കൂടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ ഓരോ പ്രാക്ടീസുകളൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണ്ടോ? എത്ര പേർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് 9 ദിവസത്തെ പ്രാക്ടീസുകൾ എൻ്റെ കൂടെ ചെയ്തു പോകാൻ പറ്റി? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ കൺഗ്രാലേറ്റ് ചെയ്യണം. കാര്യം എന്താണെന്നറിയാമോ? ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ആകെ ഒറ്റ വഴിയുള്ളൂ. നമ്മൾക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാകുക, ഡിസിപ്ലിൻ ആവുക, എവറി ഡേ ആക്ഷനിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് വിന്നേഴ്സിന് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് പോണ ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ലെവലിലേക്ക് നിങ്ങളായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കൺഗ്രാലേറ്റ് ചെയ്യുക. അത്ര സൂപ്പറാണ്, അത്ര അടിപൊളിയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യണം. ഈ ഒരു ചലഞ്ചിൽ അത്രയും എന്നെ വിശ്വസിച്ച് നിങ്ങൾ ഈ പ്രാക്ടീസിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്കറിയാം നിങ്ങളുടെ മൈൻഡിൽ അത്രയും വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. ശരിയല്ലേ? അപ്പോൾ ഒരു താങ്ക് യു പറ. കാര്യം ഓരോ ദിവസവും ഈ ഒരു 15 ഡേയ്സ് ലണ്ടൻ ട്രാവലിൻ്റെ ഇടയിൽ എല്ലാ ദിവസവും കിട്ടുന്ന സമയത്ത് അടിച്ചു പൊളിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ ജോലിയല്ല. അപ്പോൾ എൻ്റെ അനിയത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അഭിനന്ദിക്കണം. ഒപ്പം എൻ്റെ കൺസിസ്റ്റൻസിക്ക് നിങ്ങളെൻ്റെ കൺഗ്രാലേറ്റ് ചെയ്യണം. കാരണം എന്താണെന്നറിയാമോ? ജീവിതത്തിൽ ഒരു കരിയറിൽ ശരിക്കും നമ്മൾ വർക്കുകളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾക്ക് എല്ലാവർക്കും ഹോളിഡേയ്സൊക്കെ എടുക്കുമ്പോൾ ചുമ്മാ ഇരിക്കാനായിട്ട് ഇഷ്ടം. ആ ചുമ്മാ ഇരിക്കുന്നതിൻ്റെ ഇടയിലും എന്നെ ഓരോ ദിവസവും ഗ്രോത്തിൽ നിന്ന് ഗ്രോത്തിലേക്ക് പോകാൻ എന്നെ സഹായിക്കുന്ന ആൾക്കാരാരാന്ന് ചോദിച്ചാലുണ്ടല്ലോ, സോഷ്യൽ മീഡിയയാണ്. ആ ഒരു സോഷ്യൽ മീഡിയ എനിക്ക് തന്ന റെസ്പെക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം, ആ ട്രസ്റ്റൊക്കെ തന്നെയാണ് നിങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ സെർവ് ചെയ്യാനായിട്ട് ഓരോ ദിവസവും പഠിക്കാനും ഞാൻ പഠിച്ച് ഞാൻ എന്നിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്ഫുള്ളായി എനിക്ക് ഗുണമുണ്ടാകുമ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള ലെവലിലേക്ക് എന്നെ എത്തിച്ചത് നിങ്ങളാണ്. ഞാനൊരു 6 വർഷം മുമ്പ് യൂട്യൂബിൽ ഒരു തമാശയ്ക്ക്, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എൻ്റെ ഒരു ലക്ഷ്യം തന്നെ, ഇവിടെ 2 പേരുണ്ട്. ഇതെൻ്റെ മോനാണ്, കാണിച്ചുതരാം. ഇതാണ് എൻ്റെ കരോൾക്കുട്ടൻ, ഇത് എൻ്റെ മോള്. ഇവന്മാർ 2 പേരും പ്രശ്നം അറിയാമോ? ഇവർ 2 പേരും നല്ല ഇൻട്രോവേർട്ടായിരുന്നു. ഒരാളോടും വലിയ അത്ര എക്സ്ട്രോവേർട്ട് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ ഇവരെ ആ വീട്ടിലിരുന്ന കോവിഡിൻ്റെ സമയത്തൊന്ന് പിടിച്ച് പുറത്തിറക്കണം, കുറേ കൂടി ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ലെവലിലേക്ക് അവരെ കൊണ്ടുവരണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഞാൻ സത്യത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അതിൽ തന്നെ എൻ്റെ ഏറ്റവും ആദ്യത്തെ സിഗ്നേച്ചർ ക്ലാസ് ഏതാണെന്ന് അറിയുമ്പോൾ മില്ലിനിയർ മൈൻഡ് സെറ്റ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ മില്ലിനിയർ മൈൻഡ് സെറ്റിൻ്റെ ക്ലാസ്സിലൊക്കെ ഒരു 4 വർഷം മുമ്പ് വന്നവർക്കറിയാം. അതിൽ വരുമ്പോൾ തന്നെ ഏറ്റവും ഒരു ഇൻട്രൊഡക്ഷൻ ഒരു സെഷനുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് മില്ലിനിയർ മൈൻഡ് സെറ്റിൽ ജോയിൻ ചെയ്യണം. അതെടുത്തത് എൻ്റെ ചക്കരക്കുട്ടനാണ്, കരോൾ ജയവാൻ. എഗെയിൻ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു മിറക്കിൾ മോർണിംഗിലേക്കാണ് വരണമെങ്കിൽ അതിൽ എൻ്റെ ക്യൂട്ട് അനീറ്റക്കുട്ടിയുടെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളും സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടി തുടങ്ങിയ ഒരു മിഷനാണ് 1 മില്യൺ ഫാമിലിയെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളത്. ആ ഒരു മിഷനുമായിട്ട് ഞങ്ങളിങ്ങനെ തുടങ്ങി. ഞങ്ങളുടെ എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പീരിയൻസസൊക്കെ ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളെ സെർവ് ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ആവാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഞാൻ എൻ്റെ കുറച്ച് സമയം മാറ്റി വെച്ചപ്പോൾ ഇന്ന് എനിക്ക് അത്രയും സന്തോഷമുണ്ട്. അതിലൂടെ ചാരിതാർത്ഥ്യമുണ്ട്. കാര്യം എന്താ എന്നെ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് 10,000 കണക്കിന്, ഒരു 30,000+ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ക്ലാസ്സുകൾ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ ഓരോ ദിവസവും എൻ്റെ ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്രയും മാസീവായിട്ടുള്ള ആൾക്കാരെ വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പം നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ സേവ് ചെയ്യുക. കരിയർ ആവാം, ഹെൽത്ത് ആവാം, മണി ആവാം, റിലേഷൻഷിപ്പ് ആവാം, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം, ഇതിലൊക്കെ ഒരു ബാലൻസ് കൊണ്ടുവന്ന് നിങ്ങളെ ഒരു 1 മില്യൺ ഫാമിലിയെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഫ്രീഡത്തിൽ നിങ്ങളുടെ ഒരു ഓൺ ചോയ്സിൽ ജീവിക്കാനായിട്ട് പ്രാപ്തരാക്കുക എന്നതാണ് എൻ്റെ ഒരു മിഷൻ. അപ്പോൾ ഈ ഒരു മിഷനുമായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 4 വർഷമായി. ഈ ഒരു 4 വർഷത്തിലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഓരോ ആൾക്കാരും വരുമ്പോൾ ഉള്ള അവസ്ഥയല്ല, അവർ എൻ്റെ കൂടെ നിൽക്കുമ്പോഴവർ കാണിക്കുക. ഇപ്പോൾ ഈ ഒരു ഓരോ ദിവസവും എനിക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടാണ്
ലൈഫ് കോച്ച് ഷീജ എന്ന ഒരു നാമത്തിലേക്ക് നിങ്ങൾ എന്നെ കാണുന്ന ലെവലിലേക്ക് മാറ്റിയത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളെല്ലാവരും എനിക്ക് തരുന്ന ഈ ഒരു സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വിശ്വാസം തന്നെയാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ആയിട്ടായാലും ക്ലാസ് ആയിട്ടാണെങ്കിലും ഇത്രയും കൺസിസ്റ്റൻറ്റ് ഡിസിപ്ലിനായിട്ട് നിങ്ങളെ സെർവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കേപ്പബിലിറ്റിയിലേക്ക് എന്നെ ഉയർത്തുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് നമ്മളുടെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-ാം ദിവസത്തെ ചലഞ്ചാണ്. ഇപ്പം നിങ്ങൾ ഓരോ ദിവസവും ഓരോരോ പ്രാക്ടീസുകൾ ഉറച്ചു നിന്നു. പല ആൾക്കാരും ശരിക്കും വളരെ അധികം ഒരു നല്ലൊരു ഫീലിങ്ങിലേക്ക്, മണിയായിട്ട് ഒരു സ്നേഹമുള്ള ഒരു ചങ്ങാത്തമുള്ള ലെവലിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജുകൾ വന്നു. ഒത്തിരി ആൾക്കാർ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ചലഞ്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് എൻ്റെ 1 month പ്രോഗ്രാമിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും 9961005116 വാട്സാപ്പ് ചെയ്യുക. ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് ഒരു മാസം എൻ്റെ കൂടെ ഞാൻ എന്താണോ പഠിച്ചത്, എന്താണോ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് വർക്കൗട്ടായത്, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. കാര്യം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നേക്കണ ഒരാളുടെ ജീവിതത്തിലും മാറ്റം വരാതിരുന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു നിങ്ങളുടെ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തി എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക്കലായിട്ട് നിങ്ങളുടെ ആ ഒരു ഫ്രീക്വൻസിയെ വൈബ്രേഷൻ ഉയർത്തി എങ്ങനെ നിങ്ങളുടെ ആ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു ഞാൻ അപ്ലൈ ചെയ്ത സീക്രട്ടുകൾ, ഇപ്പോൾ എൻ്റെ കറോളാണെങ്കിലും അനീറ്റി ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണെങ്കിലും അവരുടെ ജീവിതത്തിൽ വന്ന ആ ഒരു ട്രാൻസ്ഫർമേഷൻ എങ്ങനെ നിങ്ങൾക്കും കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ക്ലാസ്സുകളിലേക്ക് വന്നോളൂ. ആദ്യം ജോയിൻ ചെയ്യുന്ന എൻ്റെ ഫോളോവേഴ്സിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് 50% ഓഫിൽ 1 month പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റും. അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള ആൾക്കാർ ഈ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10th day ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ചലഞ്ചിൽ നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ മണിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാകും. പല പല ലെവലിലേക്കുള്ള പ്രതിരോധങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറിയതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു day 2 ചെയ്ത എക്സസൈസ് തന്നെയാണ് ഇന്ന് നമ്മൾ പേത്താൻ അടിക്കാൻ പോണത്. പക്ഷേ ഈ പേത്താൻ അടിക്കാൻ മുമ്പ് ഒരു കാര്യമുണ്ട്. ഒരു പ്രോമിസ് എന്നോട് പറയണം. നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കണം. ആ നോട്ട്ബുക്കിലെ 2nd പേജ് പോയിട്ട് നോക്കരുത്. നോക്കാതെ അതിൽ ട്രാൻസ്പെറൻ്റ് ആവണം, ഹോണസ്റ്റ് ആവണം. ആ പേജ് നോക്കാനേ നിൽക്കരുത്. ഈ പറയുന്ന എക്സസൈസ് ചെയ്തിട്ട് നമ്മൾക്കത് പോയി നോക്കാം. അപ്പോൾ അനീറ്റ കൂട്ടാ, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണ കൂട്ടാ? അപ്പോൾ ഇന്ന് നമ്മൾ day 10 ആണ്. അപ്പോൾ പറഞ്ഞതുപോലെ കൺഗ്രാജുലേഷൻസ്, അത്രയും കമ്മിറ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾ നിന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ 2ാം ദിവസം ചെയ്ത പോലെ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്കിൽ 2 സൈഡിൽ നമ്മളൊരു കോളം വരച്ചിട്ട് ഒന്ന് നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള മണീനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ, ചിന്തകൾ, അതാണ് ഒരു സൈഡിൽ നമ്മൾ എഴുതുന്നത്. ആൻഡ് ഓൺ ദ റൈറ്റ് സൈഡ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇത് എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വലുതായിട്ട് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടിയൊന്നും എഴുതണ്ട. റാൻഡത്തിൽ വരുന്ന റാൻഡമിലായിട്ട് ഇപ്പം മമ്മി പറഞ്ഞ പോലെ ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ വീഡിയോ കാണുന്ന എപ്പോഴാണോ ഇപ്പം മുതൽ അടുത്ത 48 മണിക്കൂർ 2 ദിവസം, ദാറ്റ് ഈസ് ഫോർ 2 days നിങ്ങളുടെ ഈ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് വരുന്ന 4 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും എഴുതാൻ പറയുന്നത്. അപ്പോൾ അതിലെന്താണ്, ഒന്ന് ഫീലിങ്സ് ആണ്, നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം. അപ്പോൾ ഒരു പേജിൽ പോസിറ്റീവ് തോട്ട്സ് എഴുതുക, അടുത്ത പേജിൽ നെഗറ്റീവ് തോട്ട്സ് എഴുതുക. അതെ, അപ്പോൾ പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതാം. 2 ചിന്തകൾ എഴുതാം. വാട്ട് യു തിങ്ക് അബൌട്ട് മണി. മണി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫീൽ മണി, ഐ ലവ് റിസീവിങ് മണി എന്നൊരു ഒരു ചിന്തയായിരിക്കും മനസ്സിൽ വരുന്നത്. അല്ലെങ്കിൽ ഐ ലവ് റിസീവിങ് ഗിഫ്റ്റ്. പണ്ടൊക്കെ മമ്മിക്കുള്ളൊരു കാര്യമായിരുന്നു, ആരെങ്കിലും ഗിഫ്റ്റ് തരുമ്പോൾ ഭയങ്കര റിജക്ഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും വെച്ച് മമ്മിയുടെ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി പറഞ്ഞു, മമ്മി അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്, അപ്പോൾ അത് മാറ്റണം. സത്യമാണ് കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴേ എനിക്ക് ആൾക്കാർക്ക് ഗിഫ്റ്റ്, എനിക്ക് ആളുകൾക്ക് സമ്മാനം തരാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ വരുമ്പോഴും ഞാൻ എപ്പോഴും അവരെനിക്ക് സമ്മാനം തന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അനീറ്റ എപ്പോഴും പറയും, മമ്മി ഗിവർ 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 എന്നുള്ളത് മാറിയിട്ട് ഗിവും റിസീവും കൂടി ശരിക്കും പറഞ്ഞാൽ ബാലൻസ് ചെയ്യണമെന്ന്. സത്യത്തിൽ ഈ ഒരു ട്രിപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതെന്ന് പറയുമ്പോൾ എൻ്റെ മോനെ എനിക്ക് മേടിച്ചുള്ള സമ്മാനങ്ങളില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. എത്ര അവൻ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ഒന്നിലും ഒരു ലിമിറ്റേഷനും ഇല്ലാതെ ഞാൻ എന്ത് ചോദിച്ചാലും
ഞാൻ ചോദിക്കേണ്ട, അതിന് മുമ്പേ പോയിട്ട് ഇങ്ങനെ വാങ്ങി എൻ്റെ പെട്ടിയൊക്കെ അത്രയും നിറഞ്ഞിരിക്കുകയാണ്. അത്രയും സമ്മാനങ്ങളോട് മൂടിയൊക്കെ ആയിരുന്നു സത്യത്തിൽ കരോളുടെ ഫ്രണ്ട്സ് എല്ലാവരും. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ കാണിക്കാം. അപ്പോൾ എന്തെങ്കിലും നമ്മൾക്ക്, അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ആലോചിക്കും എൻ്റെ ലൈഫിൽ ഞാൻ ഈ അനീറ്റയുടെ മെൻറ്റർഷിപ്പൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് ബാലൻസ് ചെയ്യാൻ തുടങ്ങി. മറ്റത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമോ അറ്റോറെല്ലാം കൊടുക്കൽ മാത്രമേ. എപ്പോഴും കൊടുക്കലായിരുന്നു. അത് തിരിച്ച് അങ്ങനെ വേണം എന്നൊരു ആഗ്രഹമേ അല്ലെങ്കിൽ അങ്ങനെ ചിന്ത മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ, ഒന്ന് നമ്മളുടെ ഫീലിങ്സ്, രണ്ട് നമ്മളുടെ തോട്ട്സ്, മൂന്ന് നമ്മളുടെ വിശ്വാസങ്ങൾ അഥവാ ബിലീഫ്സ്. നമ്മൾ പണത്തെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? എനിക്ക് ആഗ്രഹിക്കുന്ന ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ആണെങ്കിൽ എനിക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു വരുമാനം ഓരോ ദിവസവും ഐ എം ഗെറ്റിംഗ് ദ മണി ദറ്റ് ഐ വോണ്ട്, ആ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പ്രൊമോഷൻ ഇറ്റ്സ് ഈസി ഫോർ മീ ടു ഗെറ്റ്, എനിക്ക് അതിനുള്ള സ്കില്ലുണ്ട്. അപ്പം നമ്മളുടെ ചിന്തകൾ എങ്ങനെയാണ് നമ്മളുടെ മണീനെക്കുറിച്ച് അല്ലെങ്കിൽ കരിയറിനെ കുറിച്ചൊക്കെ ചിന്തകൾ മാറുന്നത്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഏറ്റവും വേണ്ട കാര്യമാണ് ഹൗ യു ആക്ട്. പണത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും നമുക്ക് എങ്ങനെ പെരുമാറുന്നു. ചിലപ്പോൾ മുമ്പ് നമ്മൾ ഈ ഒരു ചാലഞ്ച് തുടങ്ങുന്ന മുമ്പ് ഒരു കാശ് കൊടുക്കുമ്പോൾ നമ്മൾ വിഷമിച്ചിട്ടുണ്ടാവും, അയ്യോ ഇത് പേ ചെയ്താൽ എൻ്റെ കാശ് തീർന്നു പോകില്ലേ. പല സമയത്തും ആളുകൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ ഈ ഒരു ട്രിപ്പിലുണ്ടല്ലോ, ഏറ്റവും നല്ല ഹോട്ടൽസ് മാത്രമേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ. അപ്പോൾ ഓരോ സ്ഥലത്തിലും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സ്പെഷ്യലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു ഏത് സ്ഥലത്ത് പോയിട്ട് കഴിച്ചാൽ പോലും ഒരു ഫുഡ് ശരിക്കും കഴിച്ചു വരുമ്പോൾ അത്യാവശ്യം 80 to 100 pounds ഒക്കെ ആവുന്നുണ്ട്. ചില സ്ഥലത്ത് 120 pounds ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ആൾക്കാരെ സംബന്ധിച്ച് ചിന്തിക്കും, അയ്യോ 120 pounds ഒരു നേരത്തെ ഫുഡ് കഴിക്കാനോ, അയ്യോ അതൊക്കെ പോകില്ലേ. അപ്പോൾ ഈ സത്യത്തിൽ നമ്മളൊരു അബണ്ടൻസ് ആണ് നമ്മളുടെ ഉള്ളിലുള്ളതെങ്കിൽ നമ്മൾക്ക് ചിന്തിക്കുക എന്താ, ഓ ഇത്രയും നല്ല ഹോട്ടലിൽ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. പക്ഷേ ആ ഒരു ലെവലിലേക്ക് നമ്മളുടെ ഒരു മൈൻഡ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാശുണ്ടെങ്കിൽ പോലും കാശ് ചിലവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു 99% ആൾക്കാർക്കും ഭയങ്കര പെയിനാണ്. കാര്യം എന്താ, തീർന്നു പോയില്ലേ നോക്കും. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു മിനിമലിസ്റ്റ് ആവാം, നമ്മൾക്ക് ഇങ്ങനെ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. പക്ഷെ നമ്മൾക്ക് ആ ഒരു സ്പെൻഡിൽ ശരിക്കും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യം നമ്മൾ എടുക്കാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓവറായിട്ട് അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്താണ് ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു ദിവസം ചിലപ്പോൾ വർക്കിന് വന്ന് നിങ്ങൾ വരുമ്പോൾ ഒരു കടയിൽ നിന്ന് ഒരു ചായ മേടിച്ച് കുടിക്കുന്നതാവാം. ബട്ട് വെൻ യു ഡൂ ദാറ്റ്, ആ ഒരു ക്യാഷ് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ് വെൻ യു സ്പെൻഡ് ദാറ്റ് മണി ഫോർ യുവർ സെൽഫ്. അപ്പോൾ അങ്ങനെ എന്ത് കാര്യത്തിനും നമ്മൾ ചെയ്യുമ്പോൾ പണത്തിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ആവാം, എന്ത് കാര്യം നമ്മൾ റിസീവ് ചെയ്യുമ്പോഴും കൊടുക്കുമ്പോഴും ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ ദിവസവും ഒരു സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ ചില ആൾക്കാർക്കൊരു ചിന്തയുണ്ട്, നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് വലിയ വണ്ടി ഓടിക്കുകയോ അല്ലെങ്കിൽ വലിയ ട്രിപ്പ് പോലെ ഇതൊന്നുമല്ല. നമ്മുടെ എവറി ഡേ ലൈഫിൽ ഒരു ചിലപ്പോൾ നമ്മളുടെ പങ്കാളിയായിട്ട് ഇരുന്ന് വർത്താനം പറഞ്ഞു കോഫി കുടിക്കുന്നതോ എനിത്തിങ് ചുമ്മാ ഒരു പാർക്കിൽ നടക്കുന്നതോ. ഞങ്ങളുടെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ഏറ്റവും ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം, ഈ വില്ലിംഗ്ടൺ ഐലൻഡ് ഉണ്ട് നമ്മുടെ അവിടെ. ചെറുപ്പം മുതലേ എനിക്ക് പപ്പമ്മയുടെ പരിപാടി അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നടന്നിട്ട് ഈ കപ്പലണ്ടി മിഠായി മേടിച്ചത്. ദാറ്റ് ഈസ് കപ്പലണ്ടി മിഠായില്ല, കപ്പലണ്ടിയുടെ നമുക്ക് റോസ്റ്റ് ചെയ്ത് ചൂടോടെ കിട്ടും. അപ്പോൾ ഒരു പപ്പ 2-3 പാക്കറ്റ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ രസിച്ച് പപ്പ വർക്കിന് പോയി തിരിച്ചു വരുന്ന സമയം കണ്ട ഡാഡി അതിൻ്റെ ഓർമ്മയായിട്ട് പപ്പ കൊണ്ടുവന്ന 20 രൂപയുടെ സാധനമാണ്. പക്ഷെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അല്ല, നമ്മൾ ഇവിടെ വന്നപ്പോൾ രസം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറോളായിട്ട് ഇങ്ങനെ നടക്കുവാണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ പീനട്ട് കഴിച്ചതിൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യമെങ്കിലും കരോട്ട് പീനട്ട്. അപ്പൊ അത് വാങ്ങിയിട്ട് കരോൾ ഇങ്ങനെ തരാൻ തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ജെയ്മോൻ നമ്മുടെ നാട്ടിൽ ചെയ്യണത് കരോൾ ഇപ്പൊ ലണ്ടനിൽ വന്നിട്ട് അതിന്റെ അടുത്ത വേർഷനായിട്ട് നോക്കി. അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞത് വെച്ചാല്, നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ അവർക്ക് എന്ത് എക്സ്പീരിയൻസ് ആണോ കൊടുക്കണത് അത് നമുക്ക് തിരിച്ചു കിട്ടുക ചെയ്യണേ. അപ്പം നമ്മളുടെ ലൈഫിൽ പല സ്ഥലത്തും ആൾക്കാരെ സംബന്ധിച്ച് ബേസ് ചെയ്യുമ്പോൾ നമ്മൾ വിഷമിച്ച് സ്ട്രഗിൾ ചെയ്തിട്ടല്ല ഒന്നും ചെയ്യേണ്ടത്. ചിലപ്പോൾ സ്ട്രഗ്ലിംഗ് ഒക്കെ നമുക്ക് ഉണ്ടാവും, പക്ഷേ ആ ഒരു സ്ട്രഗ്ലിങ് നമ്മളുടെ ഒരു ഫീലിങ്ങിലേക്ക് എടുത്താൽ ഒരിക്കൽ പോലും നമ്മളുടെ മണി മാറ്ററിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാര്യം എല്ലാവരുടെ ലൈഫിൽ ഇറ്റ് ഈസ് എ ഫേസ്.
നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ലൈഫിൽ വരും. പക്ഷെ ആ ഫീലിങ്ങിനെ നമ്മൾ ഹൃദയത്തിൽ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നമ്മുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറയുമല്ലോ കടം എന്ന് പറയുന്നത് കടം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കിട്ടുന്ന ആ ചെറിയ നിമിഷങ്ങൾ. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ശരിക്കും USA നിന്നാണ്. അപ്പോൾ അവർ ഇങ്ങനെ ക്ലാസ്സിൽ വന്ന് കയറുമ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി സാലറി ഒക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒത്തിരി പൈസ പോകുന്നു. ഹ്യൂജ് ട്രാവൽ ചെയ്തിട്ടാണ് പോയി ജോലി എടുക്കേണ്ടത് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിസ്റ്റം വന്നപ്പോൾ ആൾക്ക് ഇങ്ങനെ പൈസ കൊടുക്കുന്നത് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വന്നു, എൻ്റെ പേഴ്സണൽ മെൻറ്റർഷിപ്പിൽ ബേസ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു സിസ്റ്റം മാറ്റി പിടിക്കാനായിട്ടുള്ള കുറേ പ്രാക്ടീസുകളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവരതിനെ അങ്ങോട്ട് 100% അവരിലേക്ക് എടുക്കുകയും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ആയപ്പോൾ അവർക്ക് തൊട്ടടുത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ ജോലി കിട്ടി. അവരുടെ ലൈഫിൽ ഒരു പൈസ പോലും പോവാത്ത അവസ്ഥയിലേക്ക് ഓരോ ദിവസം കഴിയുന്നതുകൊണ്ട് പൈസ ഇങ്ങനെ ഫ്രീ ഫ്ലോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ഫ്രീക്വൻസി മാറുന്ന ആൾക്കാരുടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതികളിലായിരിക്കും നമുക്ക് അവസരങ്ങൾ ലൈഫിൽ വരുന്നത്. അപ്പൊ പണ്ടും നമ്മുടെ ലൈഫിൽ ആക്ച്വലി അവസരങ്ങളുണ്ട്, പക്ഷെ കാണാനുള്ള കണ്ണ് നമുക്ക് ഇല്ലാത്ത. നമ്മൾ വളരെ ലോ വൈബ്രേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ക്ലാസ്സുകളിൽ വരികയും കൺസിസ്റ്റൻറ്റ് ഡിസിപ്ലിൻ ആയിട്ട് പ്രാക്ടീസുകളിൽ വരും വല്ല വ്യത്യാസമല്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല, ഒരു 10 വർഷമായിട്ടും 15 വർഷമായിട്ടും 20 വർഷമായിട്ടൊക്കെ കിടക്കുന്നിടത്ത് തന്നെ കിടക്കുവാണ്, ഒരു പുരോഗതി ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സമയം കളയാതിരിക്കുക, ക്ലാസ്സുകളിൽ വരിക. ലൈഫ് അത്ര എഫേർട്ട്ലെസ് ആക്കാൻ നിങ്ങൾ ഈ പ്രാക്ടീസുകളും ഈ നോളജും സഹായിക്കും. കാര്യം നോളജ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും, പക്ഷെ അത് അപ്ലൈ ചെയ്യുക, അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാക്കുക, അതാണ് നിങ്ങളുടെ ജോലി. ഞാൻ ഉറപ്പായിട്ടും ഞാനും അനിയറ്റും നിങ്ങളെ അത്രയും സഹായിക്കുന്ന ലെവലിൽ തന്നെയായിരിക്കും ക്ലാസ്സുകളൊക്കെ വർക്ക് ചെയ്യണേ. നമ്മുടെ ക്ലാസ്സിൽ വേണ്ട ഇപ്പം നിങ്ങൾ ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും ആൾക്കാരുടെ സക്സസ് സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ഇഫ് യു ഗോ ടു ദ ഹൈലൈറ്റ്സ് ഒരു 500+ 500+ സക്സസ് സ്റ്റോറീസ്. അതിപ്പോൾ ഡിപ്രഷൻ വന്ന ആൾക്കാർ അതിനെ വിട്ടുകളഞ്ഞിട്ടുണ്ട്. പല പല അവരുടെ വോയിസിൽ അവർക്ക് വന്നിട്ടുള്ള ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ അത്രയും എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നമുക്ക് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യാൻ റെഡിയാണ്, വില്ലിങ് ആണ് എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നമ്മളുടെ ക്ലാസ്സസിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ജൂൺ ബാച്ചിന് വേണ്ടി മാത്രമാണ് 50% ഓഫ് എന്നുള്ള രീതിയിൽ. നമ്മുടെ ഫോളോവർ ആണെങ്കിൽ ഒരു കുറച്ച് സീറ്റും കൂടി നമ്മളുടെ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് 1 മന്ത് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ചോദിച്ച് വന്നാൽ മതി. സോ വിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ടീം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ പറഞ്ഞതുപോലെ ഇന്നത്തെ ചലഞ്ച് വളരെ സിമ്പിളായിട്ടുള്ള ചലഞ്ചാണ്. 2ാമത്തെ ദിവസത്തിൻ്റെ ഒരു തവണയും കൂടി നമ്മൾ ഇന്നത്തെ പ്രസൻറ്റ് മൈൻഡ്, കാര്യം ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളും എല്ലാം കാണുന്ന രീതിയൊക്കെ കുറച്ചുകൂടി ഒന്ന് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് എഴുതി കഴിഞ്ഞ ശേഷം ഇപ്പോൾ താഴെ കമൻറ്റിൽ എഴുതാം ഐ ലവ് മണി. കാര്യം പണത്തെ സ്നേഹിച്ചാലാണ് പണം കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് അത് വരുന്നത്. സോ ഐ വോണ്ട് യു ടു ഡു ദിസ് ആക്ടിവിറ്റി ടുഡേ. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാം, നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ സെക്കൻഡ് ഡേയിലെ അസൈൻമെൻറ്റിൽ പോയി നോക്കുക, ഒന്ന് റിവ്യൂ ചെയ്യാം, ഇന്നത്തെയും കൂടി നോക്കുക. ഉറപ്പായിട്ടും നല്ല വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഞാൻ ഈ പറയുന്ന രീതിയിൽ 100% നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസും ആ ചേഞ്ച് എന്താണെന്നുള്ളത് ഉറപ്പായിട്ടും വന്നിട്ട് കമൻറ്റ് ചെയ്യുക. കാര്യം എനിക്ക് നിങ്ങളുടെ കമൻറ്റ് വായിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. കാര്യം തരുമോ, ഈ കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് തോന്നുക ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വർക്കൗട്ട് ആവണുണ്ടല്ലോ, നിങ്ങളുടെ ലൈഫിൽ അത്രയും മാറ്റം വന്നിട്ടുണ്ടല്ലോ. അതെനിക്ക് ഇത് ഡെഫിനറ്റ്ലി മാറ്റം വരും. പക്ഷെ അതിനാ കമ്മിറ്റ്മെൻറ്റ് എടുത്ത് ഓരോ ദിവസവും പറയുന്ന പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി സീ ദ ചേഞ്ച്. അപ്പോൾ താഴെ നിങ്ങൾ ഐ ലവ് മണി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഐ വോണ്ട് യു ടു ടൈപ്പ് കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളുടെ സ്വന്തം പേര് എഴുതുക, ആൻഡ് താങ്ക് യു എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാര്യം ഈ ഒരു ചലഞ്ച് ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും അവതരിപ്പിക്കാനും ഈ വീഡിയോ എടുക്കാനും അത്രയും എഫേർട്ട് എക്സ്പെഷ്യലി മമ്മി എടുക്കുന്നുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ച് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എന്നിട്ട് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലി ആർക്കാണോ യൂസ്ഫുൾ ആയിട്ടുള്ളവർക്ക് ഈ വീഡിയോ അല്ല ആദ്യത്തെ വീഡിയോ ഒന്ന് പോയി ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി വീണ്ടും ഇനി 5 ദിവസം കൂടി ഈ ചലഞ്ച് ബാക്കിയുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം ആ ബെല്ലൈക്കൺ നിൽക്കിയാലാണ് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം, കാരണം എൻ്റെ ലക്ഷ്യം തന്നെ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാര്യം എന്താ അറിയാമോ, നമ്മൾ എന്ത് എനർജിയാണോ കൊടുക്കുന്നത് അതാണ് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവണത്. അപ്പോൾ ആൾക്കാരെല്ലാവരും രക്ഷപ്പെടണം എന്നുള്ളൊരു എനർജിയാണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് എന്ത് വരും, അത്രയും അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 പേർക്ക് ഈ ഫസ്റ്റ് വീഡിയോ ഷെയർ ചെയ്യുക.
കാരണം ലോകത്തിൽ ജീവിക്കണ എല്ലാവരും നന്നാവട്ടെ, എല്ലാവരുടെയും ലൈഫ് അത്രയും വ്യത്യാസം വരട്ടെ. എല്ലാവരും ഈ ഒരു ലോകത്തിൽ വരുന്നതിനാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് സഹായിക്കാം. അപ്പോൾ എന്തായാലും ഇത് ഏത് സ്ഥലത്തു നിന്നാണ് വെച്ചാൽ നമ്മളിപ്പോൾ വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ലണ്ടനിലൊരു സിറ്റിയിലാണ്. ആൾക്കാർ ഒത്തിരി ഇവിടെ നടക്കണൊക്കെ ഉണ്ട്. വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഗ്രീൻ വലിയ മരങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഒത്തിരി നല്ല കാറ്റും ഒക്കെ ഉണ്ട്, നല്ല ക്ലൈമറ്റുമാണ്. ഇപ്പോൾ സമയം എത്രയായിരുന്നു? ഇപ്പോൾ സമയം ഇവിടെ 7:30 ആണ്. 7:30 PM ആണ്. പക്ഷെ നല്ല ലൈറ്റാണ്. രാവിലെ ഒരു 9:30-10 മണി വരെ ഉണ്ടാവും. അതെ, 10 മണിയായാലും സൂര്യൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളും എല്ലാവരും ഡെഫിനറ്റ്ലി അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക. കാര്യം നമ്മുടെ ലൈഫിൽ കിട്ടുന്ന കുറച്ച് ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങളാണ് നമ്മളുടെ നാടല്ലാതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ ലണ്ടൻ പോയി കാണണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ താഴെ ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. കാര്യം ഞങ്ങളുടെ ചാനലിൽ ഇനി വ്ളോഗ്സ് വരുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡൻസിന് എക്സ്പെഷ്യലി ഞങ്ങൾക്കും കാണാൻ വേണ്ടി കൂടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. ദാറ്റ് എൻ്റെ ലൈഫിലും പല ആൾക്കാർക്ക് നമ്മൾ പറയില്ലേ, ഡ്രീം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെ കംഫർട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങാതെ. അപ്പോൾ താഴെ കമൻറ്റ് വന്നിട്ട് നിങ്ങളുടെ അങ്ങനെ ഏത് ഡ്രീം, നിങ്ങൾക്ക് ഏത് രാജ്യം പോകണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാൻ. സെക്കൻഡ് ട്രിപ്പാണ് ലണ്ടനിൽ വന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എന്തായാലും നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.